ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും പഴവർഗ്ഗങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ വാഴ കർഷകർ ഗുരുതര പ്രതിസന്ധിയിൽ. നേന്ത്രപ്പഴം ഉൾപ്പെടെ പല പഴങ്ങളുടെ വില കഴിഞ്ഞ വർഷത്തേക്കാൾ 3-1 കുറഞ്ഞു. നേന്ത്രപ്പഴത്തോടൊപ്പം ഞാലിപ്പൂവൻ, മൈസൂർ പൂവൻ, പൂവൻ പഴം, റോബസ്റ്റ എന്നിവയുടെ വിലയും കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 100 രൂപയുണ്ടായിരുന്ന ചെറുപഴങ്ങളുടെ വില ഇപ്പോൾ 35 രൂപയ്ക്ക് താഴെയായി. നേന്ത്രക്കായുടെ വില പോലും 15 രൂപയ്ക്ക് താഴെയെത്തി. അയൽ സംസ്ഥാനമായ കർണാടകയിലും പഴങ്ങളുടെ വില വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് നേന്ത്രക്കായ്ക്ക് 50 രൂപ വരെ വില ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 3 മുതൽ 4 കിലോ ഏത്തപ്പഴത്തിന് 100 രൂപ മാത്രമാണ് വിപണി വില. അയൽ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം വർദ്ധിച്ചതാണ് വിലയിടിവിന്റെ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. സാധാരണ റമദാൻ നോമ്പുകാലത്ത് പഴവർഗ്ഗങ്ങൾക്ക് ആവശ്യകത കൂടാറുണ്ടെങ്കിലും ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. കടം വാങ്ങിയും വലിയ പ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വാഴ കർഷകർക്ക് ഇതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. നിലവിൽ പൂവൻ പഴത്തിന് മാത്രമാണ് ഏകദേശം 35 രൂപ വരെ വില ലഭിക്കുന്നത്. മറ്റു പഴങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ വിപണിയിൽ നിർജീവാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഈ സീസണിൽ പഞ്ചസാര ഉൽപ്പാദനം വർദ്ധിച്ചതായി റിപ്പോർട്ട്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലെ ഉൽപ്പാദന വർധനവാണ് മൊത്ത ഉൽപ്പാദനം ഉയരാൻ കാരണമായത്. ഒക്ടോബർ 1 മുതൽ മാർച്ച് 15 വരെ ഇന്ത്യയിലെ പഞ്ചസാര മില്ലുകൾ 26.18 മില്യൺ മെട്രിക് ടൺ പഞ്ചസാരയാണ് ഉൽപ്പാദിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10.4% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ പഞ്ചസാര ഉൽപ്പാദനം 7.86 മില്യൺ ടണ്ണിൽ നിന്ന് 9.85 മില്യൺ ടണ്ണായി ഉയർന്നു. കർണാടകയിൽ 17.1% വർധനയോടെ ഉൽപ്പാദനം 4.58 മില്യൺ ടണ്ണായി. ഉത്തർപ്രദേശിൽ ഉൽപ്പാദനം 8.1 മില്യൺ ടണ്ണിൽ നിന്ന് 8.15 മില്യൺ ടണ്ണായി ചെറിയ വർധനയും രേഖപ്പെടുത്തി. ഈ സീസണിൽ പ്രവർത്തനം തുടങ്ങിയ 533 പഞ്ചസാര മില്ലുകളിൽ ഇതേവരെ 333 മില്ലുകൾ പ്രവർത്തനം അവസാനിപ്പിച്ചതായും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഷുഗർ ഫാക്ടറീസ് അറിയിച്ചു. ഇപ്പോൾ സെപ്റ്റംബർ വരെ നീളുന്ന ഈ സീസണിൽ ഇന്ത്യയിൽ ഏകദേശം 28.3 മില്യൺ ടൺ പഞ്ചസാര ഉൽപ്പാദനം ഉണ്ടാകുമെന്നാണ് കണക്ക്. അതേസമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിലെ 3.15 ലക്ഷം ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്തിട്ടുണ്ട്. പ്രധാനമായും UAE, അഫ്ഗാനിസ്ഥാൻ, ജിബൂട്ടി, ടാൻസാനിയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ശക്തമായതോടെ ഇന്ത്യയുടെ വളം ഇറക്കുമതിയിൽ ആശങ്ക ഉയരുന്നു. കർഷക മേഖലയെ ബാധിക്കാതിരിക്കാൻ റഷ്യ, മൊറോക്കോ അടക്കമുള്ള പുതിയ രാജ്യങ്ങളിൽ നിന്നും വളം ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ശക്തമായതോടെ വളം വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകാമെന്ന ആശങ്ക ഉയരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യ പുതിയ രാജ്യങ്ങളിൽ നിന്നും വളം ഇറക്കുമതി വ്യാപിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചു. റഷ്യ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് യൂറിയയും DAP വളവും കൂടുതൽ അളവിൽ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയ്ക്ക് കാർഷിക ഉൽപ്പാദനം നിലനിർത്താൻ വളം ലഭ്യത നിർണായകമാണ്. അതേസമയം വരാനിരിക്കുന്ന കൃഷി സീസണുകൾ മുന്നിൽ കണ്ട് കർഷകർക്ക് ആവശ്യമായ വളം സമയത്ത് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. വളം ലഭ്യതയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ വിവിധ രാജ്യങ്ങളുമായി കരാർ ചർച്ചകളും പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.